ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ മൗൻജാഥിസ് ഗാലറി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ സ്പോഞ്ച് കേക്കുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൻ്റെ അകത്തേക്ക് ഒരു 3 മുട്ടയാണ് എടുത്തത്. ഇനി ഈ മുട്ടയൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് ആയാലും മതിയാവും. അപ്പം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല പൊടിച്ച പഞ്ചസാരയല്ല, പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതേപോലെ ഇവിടെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, ഇതും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കുക. നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എയറൊക്കെ ഒന്ന് പോകാനാണ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 20 to 30 മിനിറ്റ്സ് ആണ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ട ടൈം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.